ഹായ് ഹലോ, നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഹാങ്ങിങ് പോട്ട്സ് വാങ്ങിച്ചത്, അത് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വിത്തുകളിട്ടത് ഈ ഒരു സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഗാർഡൻ അല്ല, ഫുള്ളായിട്ടില്ലെങ്കിലും കുറച്ച് ഉള്ള ഗാർഡനിൽ ഇവിടെ വീട്ടിലുള്ള ചെടികളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു പ്ലാന്റാണ് ആ മൂലയ്ക്കിരിക്കുന്നത്. പിന്നെ ഞാനിങ്ങനെ ആദ്യമായിട്ട് കൊണ്ടുവന്ന് നടുമ്പോൾ കവറിലാണെന്ന് വെക്കുന്നത്. അതുമല്ല, ചട്ടി വാങ്ങുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇങ്ങനെ കവറിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കണ്ടോ, ഈ റോസ് ഉണ്ടോ, ഇത് ഞാനന്ന് വെട്ടി ഒതുക്കി വെച്ച, പക്ഷേ അതിപ്പോൾ നോക്കി കരിഞ്ഞുണങ്ങി നിൽപ്പുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു പ്ലാന്റിൽ ഞാൻ ഈ ഒരു ലീഫി പ്ലാന്റാണ് വെച്ചിരുന്നത്. എനിക്ക് കലാത്തിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മറ്റേ കോൾസിൻ്റെ പാണ്ട് കൊണ്ടുവച്ചു, പക്ഷേ അതിപ്പോൾ നല്ല രീതിയിൽ വലുതായി നിൽപ്പുണ്ട്. ഇനി കട്ട് ചെയ്ത് മാറ്റി നടണം. അപ്പോൾ ഞാൻ മതിലിങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് പഴയ കുറച്ച് ചെടികൾ നിന്നത് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ നിൽക്കുന്നത്. ഇതുണ്ട് പെൻഡാസ്, അങ്ങനെ കുറച്ച് പാൻറ് വിങ്ക, അതൊക്കെയാണ് ഈ മതിലിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡ് കണ്ടോ, ഇതിങ്ങനെയാണ് കേട്ടോ. ഇവിടെ കുറച്ചിങ്ങനെ ലീഫി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇരിക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ് ഈ മതിലിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ഒരു ഗ്രില്ല് പോലെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതാണ് എൻ്റെ ഫേവറേറ്റ് സൈഡ് കേട്ടോ. ഇവിടെ വിങ്ക പ്ലാന്റ്, പിന്നെ ഈ ഗ്രാസ് ടൈപ്പ്, പിന്നെ ടർട്ടിൽ വെയിൻ ഇങ്ങനെ കൊണ്ടുവച്ചതാണ്. ഇത് പെട്ടെന്ന് പിടിച്ച് കയറും കേട്ടോ. അല്ലെങ്കിൽ ടർട്ടിൽ വെയിൻ പെട്ടെന്ന് പിടിച്ച് കയറും. പിന്നെ ഞാൻ ഒരു ചട്ടിയിൽ തന്നെ ഒരുപാട് ചെടികൾ ഇങ്ങനെ കുത്തി വെക്കും കേട്ടോ. റൂട്ട് പിടിപ്പിക്കാൻ വെക്കുന്നതാണ്. കണ്ടില്ലേ, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റാർ സീനിയേഴ്സ് ഒക്കെ വരുന്ന ഈ സൈഡിലാണ്. ഇത് കണ്ടോ, ഈ വൈറ്റ് കളറ് ഞാൻ ഗാർഡനർ അല്ലിയുടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ വേറൊരാളുടെ, നമ്മുടെ ത്രേസ്യ മാൻഡിയുടെ നിന്ന് വാങ്ങിച്ച സ്റ്റാർ സീനിയേഴ്സാണ്. ഞാൻ ഇതിൻ്റെ ചട്ടിയിൽ തന്നെ ഓരോ സൈഡിൽ ഇതിൻ്റെ ചെറിയ ചെറിയ കമ്പുകൾ കുത്തി നിർത്തിയിട്ടുണ്ട്. അതുമൊക്കെ പിടിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ പിറകത്തിൽ പിന്നെ എന്താ 10 മണി നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കൂടുതൽ ഇരിക്കുന്നത് ഒരു ചട്ടിയിൽ തന്നെ ഉള്ളത് ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഇത് ഒരുപാട് ചട്ടിയിൽ നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ സൈഡുകളിൽ ഞാൻ ഓരോ ചെറിയ ചെറിയ കമ്പുകൾ കുത്തി വെക്കുന്നുണ്ട് കേട്ടോ. ഈ വൈറ്റ് തന്നെ ഒന്ന് എനിക്ക് ഗാർഡനർ അല്ലിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. വേറൊരു വൈറ്റ് പിന്നെ എന്താ നമ്മൾ ത്രേസ്യ മാൻഡിയുടെ വാങ്ങിച്ചത്. ത്രേസ്യ മാൻഡിയുടെ കയ്യിൽ നിന്ന് ഞാനൊരു 4 കളർ വാങ്ങിച്ചിട്ടുണ്ട്. ഗാർഡനറിയുടെ കയ്യിൽ നിന്ന് 3 കളർ വാങ്ങിച്ചു, പക്ഷേ അതിൽ കൊറിയറിൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം 2 കളർ വാടിപ്പോയി കേട്ടോ. ഈ ഒരു വൈറ്റ് കളർ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഞാൻ നട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഈ യെല്ലോയിൽ ഫ്ലവേഴ്സ് വരുന്നത്. പിന്നെ എന്താ, ഇത് ഒരു ഓഫ് വൈറ്റ് കളർ പോലത്തെ ഉണ്ട്. പിന്നെ ഇത് ഓറഞ്ച്, അങ്ങനെയൊക്കെ ഉള്ള കളേഴ്സാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഇതൊരു ജമന്തി ഈ ഒരു സൈഡ് നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പുറത്തോട്ട് നമ്മുടെ ചെണ്ടുമല്ലി വിത്ത് കിളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. പിന്നെ സ്റ്റാർ സീനിയ തന്നെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചതൊക്കെ ആ ഇപ്പോഴത്തെ ചട്ടിയിൽ നിൽക്കുന്നത്. പിന്നെ അതിലൊരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ ഇതാണ്ട് ഈ ഒരു 2 ചട്ടികൾ സ്നേക്ക് പ്ലാന്റും പിന്നെ പെഡ്ലാന്ത് സ്കേളി വെയിറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കൂടുതലും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കവറുകളിലാണ് ഇങ്ങനെ നട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് വേറൊരു സൈഡിലോട്ട് ഇടുന്നതാണ്. അവിടെ ഇരുന്ന് കുറച്ച് പുഴുവൊക്കെ കടിച്ച് കുറേ എൻ്റെ ഒരു ചെടി മൊത്തത്തിൽ നശിച്ച് പോയതിന് ശേഷം ഞാൻ ഈ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചതാണ്. അതുകൊണ്ടില്ലേ, ഇവിടെ ഒരു റെയിൻ ലില്ലി നിൽപ്പുണ്ട് കേട്ടോ ആ ഒരു മൂലയ്ക്ക്. പിന്നെ ബാക്കി ഇത് കണ്ടില്ലേ, മാൻഡറിൻ ജൂൻ്റെ ഒരു ഗ്രീനും വൈറ്റും കോമ്പിനേഷൻ വരുന്ന ചെടികൾ. പിന്നെ ഫയർ കാക്കറിൻ്റെ വൈറ്റ് റെഡും ഉണ്ട് കേട്ടോ. ഇതുവരെ പൂ പിടിച്ചിട്ടില്ല, കൊണ്ട് വെച്ചതേ ഉള്ളൂ. അങ്ങനെ കുറച്ച്. പിന്നെ വേറെന്താ, ഇത് തന്നെ ഈ ഒരു ചട്ടിയുണ്ടോ, ഇതിൽ ഏകദേശം ഒരു 3 ലീഫി പ്ലാന്റ്സ് അതിലിരിപ്പുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തിരിക്കുന്നത് നമ്മുടെ കലാഞ്ചോയുടെ ഓറഞ്ചാണ് കേട്ടോ. അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. മറ്റേത് പർപ്പിൾ ഹാർട്ട്, അങ്ങനെ കുറച്ച്. പിന്നെ ജമന്തിയുടെ ഒരു തൈ കിളിപ്പിച്ചതൊക്കെയാണ് ആ സൈഡിൽ ഇരിക്കുന്നത് കേട്ടോ. അതിന് ഞാൻ കുറച്ചൊക്കെ പിച്ച് നട്ടു. പിന്നെ ഈ ഒരു സൈഡിൽ ഞാൻ നട്ടിട്ട് കുറച്ചൊന്ന് ഷെയ്ഡിലോട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ നമ്മുടെ ഡെയ്സി, ഞാനൊരു 11 കളറോളം ഡെയ്സി പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരു ഏഞ്ചലോണ്, ഞാൻ 4 വെറൈറ്റി കളേഴ്സാണെന്ന് പറഞ്ഞ് ജമന്തി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെ ഇനി പിടിച്ച് കിട്ടിയാലേ അറിയത്തുള്ളൂ ഏത് കളേഴ്സാണ് എന്നൊക്കെ ഉള്ളത്. 4 വെറൈറ്റി കളേഴ്സെന്നും പറഞ്ഞൊക്കെയാണ് കൊണ്ടുവച്ചത്. പിന്നെ ഇത് കണ്ടില്ലേ, എൻ്റെ മോൻ ഇവിടെ സൈഡിൽ നിൽപ്പുണ്ട്. അവൻ കളിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ മീഷോന്ന് വാങ്ങിച്ച വിത്തുകളാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 7-8 ദിവസമായി. അതിൽ കുറച്ച് ഏതെങ്കിലും 1-2 എണ്ണത്തിലൊക്കെ കുറച്ച് തൈകൾ പിടിച്ച് നിൽപ്പുണ്ട്. ഇത് ഞാൻ അതിൻ്റെ കൂടെ തന്നെ വേറെ കുറച്ച് വിത്തുകൾ വാങ്ങിച്ചായിരുന്നു. ഇത് കണ്ടില്ല, ഡയാന്തസിൻ്റെയൊക്കെ ആദ്യം കിളിച്ച വിത്തുകളൊക്കെ നശിച്ചു പോയി. പിന്നെ ഗിലാഡിയ, ഫ്ലോക്സ്, ഡയാന്തസിൻ്റെ തന്നെ, പിന്നെ പിങ്ക് വാടാമല്ലി, അങ്ങനെ കുറച്ച് വിത്തുകളാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിന് ശേഷം പിന്നെ ഇത് കണ്ടോ, ഞാൻ ഇതിലൊരു പൂ വരുന്നുണ്ട് കേട്ടോ, മൊട്ട് വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഞാനത് കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഡെയ്സി പ്ലാന്റ്സ്. ഞാനിങ്ങനെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരാൾ എന്നെ എടുക്കുമെന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. ആളെ മൈൻഡ് ചെയ്യാതിരുന്നതിൻ്റെ ഫലമായിട്ട് ദാണ്ട് ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഏഞ്ചലോണിയുടെ മണ്ട പിടിച്ചവൻ വിട്ടിട്ടുണ്ട്. എടുക്കുമെന്നും പറഞ്ഞ് കരയുന്നുണ്ടില്ലേ. ഞാനത് അവനെ മൈൻഡ് ചെയ്യാതെ വീഡിയോ എടുത്തതിൻ്റെ ദേഷ്യത്തിൽ അത് പിച്ചങ്ങ് കളഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ഓൺ പ്രൊഡക്റ്റായിപ്പോയില്ലേ. കുട്ടികളുള്ളവർക്കറിയാം, റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ആ ഒടിഞ്ഞു പോയ ഭാഗം എടുത്ത് വീണ്ടും ഒന്ന് കുത്തിവെച്ചു, അത്ര തന്നെ. അങ്ങനെ അതെടുത്ത് കുത്തിവെച്ചിട്ട് ഞാൻ അവനെ എടുത്ത് വീഡിയോ എടുക്കുന്നത് മതിയാക്കി പോയിട്ടുണ്ട്. പിന്നെ ഇനിയൊരു അപ്പുറത്തെ സൈഡുണ്ട്. പിന്നെ അത് ഞാൻ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ കാണിക്കുന്നില്ല. അവിടങ്ങളിലൊന്നും എല്ലാം ഒന്ന് നല്ല രീതിയിൽ സെറ്റൊക്കെ ആയിട്ട് വന്നിട്ട് നല്ല രീതിയിൽ പിന്നൊരു വീഡിയോ ചെയ്യാം. പിന്നെ എനിക്ക് നല്ല വിഷമമായി അവൻ അതിങ്ങനെ ഓടിച്ചപ്പം. പക്ഷേ ഈ ഒരു ഫ്ലവർ കണ്ടപ്പം